ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഡെലിവറിക്കായിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോയതാണ് കേട്ടോ. പക്ഷേ ഡോക്ടർ നമ്മളെ സസന്തോഷപൂർവ്വം തിരിച്ചങ്ങോട്ട് വിട്ടു. സമയമായില്ല പോലും. അപ്പോൾ ഇനി സമയമാവട്ടെ അല്ലേ. അങ്ങനെ നേരെ നമ്മൾ വീട്ടിൽ വന്നു. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കേണ്ട ടൈമായി. അപ്പോൾ ഇന്ന് നമ്മൾ യാതൊരുവിധ ഐഡിയ ഇല്ലാത്തൊരായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഉമ്മച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത് കാണുന്നത്. കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മഞ്ഞപ്പത്തിരി ഇല്ലേ, അതാണ് സംഭവം. അപ്പോൾ അതേ നമ്മൾ വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ പഞ്ചസാര കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റവയും മൈദയും കൂടി ഈക്വലായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേർക്കുന്നത് നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടി കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിത് ചൂടാറാനായിട്ട് ഒരു മുറത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ചെറിയ ജീരകം കൂടെ അങ്ങനെ ചേർത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മളങ്ങനെ കുഴച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്താലാണ് നല്ല സെറ്റായിട്ട് അങ്ങനെ കിട്ടത്തുള്ളൂ. പിന്നെ ഒരു 10 മിനിറ്റോളം നമ്മളങ്ങനെ റെസ്റ്റ് ചെയ്യാനും കൂടെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ബസ്സിൽ വെച്ച് പരത്തി എടുക്കുന്നതിൽ നല്ലത് ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ടോപ്പിലൊക്കെ ഇട്ട് പരത്തുന്നതാണ് കേട്ടോ. അതാവുമ്പോൾ ഇങ്ങനെ പരത്തിയെടുക്കാനും കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിരുന്ന ആ ഒരു പാത്രം കുറച്ച് വലിപ്പമുള്ളതായിരുന്നു. പിന്നെ നമ്മളൊരു ബൗൾ എടുത്തിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കറക്റ്റ് അളവിനുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഉമ്മച്ചിയാണെങ്കിൽ പരത്തുന്ന സമയത്ത് ഞാനിത് ചെയ്യാമെന്നും പറഞ്ഞിട്ട് പൈസക്കൂട്ടം വന്നിട്ടായിരുന്നു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൾ കുറച്ച് അധികം അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്കാണെങ്കിൽ ഈ ഒരു പരിപാടി ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അവസാനം രണ്ടുപേരെയും പറഞ്ഞു വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് കുറച്ച് പരത്താമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നു തന്നെയാണ് കേട്ടോ. അപ്പോഴേക്കും വീണ്ടും കട്ട് ചെയ്യാനായിട്ട് ആളങ്ങോട്ട് വന്ന് നിന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഫൈസക്കൂട്ടിന് അങ്ങോട്ട് വരും കേട്ടോ. എന്നിട്ട് ഇങ്ങനെയുള്ള ഒരു പരിപാടിയൊക്കെ ആണെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളത് ചെയ്യാനായിട്ട് നമ്മുടെ അങ്ങനെ കൂടെ കൂടുകയും ചെയ്യും. അപ്പോൾ ഞാൻ വേഗം തന്നെ പരത്തി അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമുക്ക് പത്തിരി അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സാധനം എന്ത് തന്നെയാണെങ്കിലും അത് നന്നായിട്ട് കിട്ടിയെന്ന് അറിയുമ്പോഴേക്കും ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇപ്പോൾ ഏതാണ്ട് എൻ്റെ അവസ്ഥ അത് തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ബാക്കിയുള്ള പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഞാൻ ഒരു 3 എണ്ണമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടായിരുന്നു ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് വേവും ചെയ്യണം, എന്നാൽ ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചൂസാണെങ്കിൽ ഈ ഒരു ടൈമിൽ അങ്ങനെ ഉറങ്ങുമായിരുന്നു. ആൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തീർക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ അങ്ങോട്ട് ചെയ്ത് തീരാറായപ്പോഴേക്കും ആളങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ രണ്ടുപേർക്കുള്ള ചായയൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും അടിപൊളിയാണെന്നാണ് പറയുന്നത്. പിന്നെ എന്ത് കൊടുത്താലും അവരങ്ങനെ പറയത്തുള്ളത് വേറെ കാര്യം. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് കഴിക്കാനായിട്ട് തുടങ്ങാമല്ലേ. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഒരു 3 പീസ് പത്തിരിയൊക്കെ ഞാൻ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മഞ്ഞപ്പത്തിരിയുടെ കൂടെ ബീഫ് കറിയാണ് കേട്ടോ ഫസ്റ്റ്. പക്ഷേ ഇപ്പോൾ അതില്ലാത്ത കാരണം നമുക്ക് കുറച്ച് ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല ചൂട് കട്ടൻ ചായ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല മുരിഞ്ഞ് സോഫ്റ്റ് ആയിട്ട് ഇട്ടുള്ള നമ്മുടെ മഞ്ഞപ്പത്തിരിന്ന് ഒരു പീസ് അങ്ങോട്ട് കീറിയെടുത്ത് ഒരു പീസ് ചിക്കനും അതിൻ്റെ ഗ്രേവിയൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.